ചിറ്റൂരിലെ 6 വയസ്സുകാരനെ സുഹാനായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വീടിന് 100 മീറ്റർ തൊട്ടകലെ കുട്ടിയെ കണ്ടു എന്ന് പ്രദേശവാസികളെ 2 സ്ത്രീകൾ പറയുന്നുണ്ട്. കുട്ടി ആ സമയത്ത് കരഞ്ഞു നടക്കുകയായിരുന്നു എന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. TV കാണുന്നതുമായി ബന്ധപ്പെട്ട് എന്തോ തർക്കമാണ് ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കി സുഹാൻ പോകാനുള്ള കാരണം. ചിറ്റൂരിലെ വിവിധ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ബന്ധുക്കൾക്കൊപ്പം ഇക്ബാൽ ഇറക്കലുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, എന്താണ് കുട്ടിയുടെ മുത്തശ്ശി പറയുന്നത്? കുഞ്ഞിനെ ഇന്നലെ ഒരു 11-12 മണിയോടുകൂടിയാണ് കാണാതായത്. അതിനുശേഷം ആരൊക്കെ കുട്ടിയെ കണ്ടു, എങ്ങോട്ടാണ് പോകാനുള്ള സാധ്യതയെന്നാണ് മുത്തശ്ശി പറയുന്നത്? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് സുഹാന്റെ വീട്ടിന് മുൻവശത്താണ്. ഈ കാണുന്നതാണ് സുഹാന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇതാണ് സുഹാന്റെ വീട്. ഇവിടെ സുഹാന്റെ കുടുംബാംഗങ്ങളെല്ലാം ഉണ്ട്. അവരെല്ലാം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. സുഹാന്റെ മുത്തശ്ശിയാണ് ഇവിടെ ഉള്ളത്. സുഹാൻ ഇന്നലെ ഒരു 11:30 മണിക്കൂർ ആയിരിക്കും. 11 മണിക്ക് തന്നെ വലിയ കുട്ടികളൊക്കെ TV നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ 11 മണിക്ക് വേണമെങ്കിൽ വെളിയിൽ പോയിട്ടുണ്ടാവും വിചാരിച്ചു. സാധാരണ പോകാറുണ്ട്. അവൻ ഇങ്ങനെ തന്നെ ഓടുള്ളൂ, വേറെ എവിടെയാണ് കുട്ടി പോകില്ല. പക്ഷെ ആരെങ്കിലും ഇപ്പോൾ എല്ലായിടത്തും കൂട്ടുകൂടാൻ തുടങ്ങി. ഇപ്പോൾ എല്ലായിടത്തും സംസാരിക്കും, അവൻ സംസാരിക്കാൻ കിട്ടണമെന്ന് അത്രേ അറിയുള്ളൂ. കുളത്തിന്റെ ഭാഗത്തേക്കൊക്കെ പോയി ഇല്ല, ആ ഭാഗത്തേക്ക് അറിയില്ല. അവനറിയില്ല. ഈ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ കുട്ടി? ഒരു ബുദ്ധിമുട്ടുമില്ല. ഫ്രഷാണ് കുട്ടി. നിങ്ങളിപ്പോൾ ആൾക്കാരൊക്കെ ഫിക്സ് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഫിക്സിൽ പനി വന്നാലും കൂടെ മരുന്ന് കഴിച്ചത് ഓടിക്കളിക്കും. അങ്ങനത്തെ കുട്ടിയാണത്. അവിടെ ഇരുന്നിട്ട് അടുക്കളയിലിരുന്നമ്മ അടുക്കളയിൽ നിന്ന് ഇവർ എല്ലാവരും TV നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശരി, ഭക്ഷണ സമയമായാലും ഒന്നുമായിട്ട് ഞാൻ അടുക്കളയിൽ കയറി. അപ്പോഴാണ് അവനെ കാണാൻ ഇപ്പോൾ തിരയിടാ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇല്ല പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അത് ഓഫാക്കിയിട്ട് ഞാൻ വെളിയിൽ വന്നു. ചെറിയ കുട്ടിയല്ലേ, മകളും ഇവിടെ ഇല്ല പറഞ്ഞിട്ടാണ് ഞാൻ ശരിയെന്ന് വേഗം നോക്കി അവന് കാണാൻ. ഞാൻ റൗണ്ട് അടിച്ചപ്പോൾ എല്ലാ വീടുകളും കാണാണ്ടായപ്പോഴാണ് ഞാൻ പോലീസാണ് ഇപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയെ ഞാൻ മോനെ ഇങ്ങനെ കാണാനില്ല. അവിടെ ഇല്ല ചോദിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും നോക്കണം, അവൻ അവിടെ പോകാനാണ്. ഇല്ല, എനിക്ക് ആ മിസ്സിങ് പോലെ തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നു. എന്താ പറയുക, എല്ലാ കുട്ടികളുടെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവന് ഒരു സ്ഥലം എടുത്ത് അറിയില്ലല്ലോ. അപ്പോൾ തന്നെ അവർ പോലീസ് പരിശോധിച്ച് പോയപ്പോഴാണ് അവിടെ 2 സ്ത്രീകൾ കുട്ടിയെ കണ്ടു. അവിടെ അവർ പറഞ്ഞു കുട്ടിയെ ഞാൻ കണ്ടില്ല. ഒരു കുട്ടി എന്താ അവിടെ നിൽക്കണമെന്ന് ആരോ പറഞ്ഞു, കരഞ്ഞിട്ട് അവിടെ നിൽക്കണ കണ്ടു നമ്മൾ അവരാ പറഞ്ഞത്. അത്രേ അറിയുള്ളൂ. അവർ കുട്ടിയെ കണ്ടിട്ടില്ല. ആരോ പറഞ്ഞു ഒരു കുട്ടി ഇവിടെ കരഞ്ഞിട്ട് നിൽക്കണ കണ്ടു എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അവർ കുട്ടിയെ കണ്ടിട്ടില്ല. സ്കൂളിന്റെ പരിസരത്തൊക്കെ നിങ്ങൾ നൽകിയ വിവരപ്രകാരം പോലീസ് നോക്കി? സ്കൂളിന്റെ പരിസരത്തൊക്കെ പരിശോധന നടന്നു? അറിയില്ല, ഇവർ പോയോന്ന് എനിക്കറിയില്ല. മറ്റു സുഹൃത്തുക്കളുടെ വീടുകളിലേക്കൊന്നും പോകാറുണ്ടോ? ഇല്ല, സുഹൃത്തുക്കളുടെ വീട് കൊണ്ടില്ല. ഈ 2 വീട് തന്നെ. ഈ 2 വീട് ചെറിയ കുട്ടിയല്ലേ, അധികം വെളി വിടില്ല ഞാൻ. ഈ വീടും അതും ഇവരുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ അത് നിൽക്കുള്ളൂ. ഉള്ളിലേക്ക് ഞാൻ കയറാൻ വിടില്ല. വഴക്കൂടുണ്ട്. അവർ പട്ടിയുണ്ട് ചെറുതേ. അതുകൊണ്ട് അവൻ വെളിയിൽ തന്നെ നിന്നിട്ട് ആ കുട്ടിയെടുത്ത് സംസാരിക്കും. അതുപോലെ ഇവിടെ ഈ വീട്ടിനുള്ളിൽ പോവില്ല. ഈ വേലിയിലേക്ക് പിടിച്ച് നിൽക്കും. വേലിയിൽ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ പൊട്ടിച്ച് നിൽക്കുക. അല്ലാതെ ആ കുട്ടി ദൂരെ എവിടെയും പോവില്ല. ദൂരമൊന്നും പോകാറില്ല. പിന്നെ ആകെ വരുന്ന സ്കൂൾ വെക്കേഷൻ എൻ്റെ അടുത്ത് വരും. നല്ല പിള്ളിയിലാണ് വീട്. എൻ്റെ അടുത്ത് വന്നാൽ അവിടെ എൻ്റെ അടുത്ത് നിൽക്കാറ് സാധാരണ. ഈ പ്രാവശ്യം വെക്കേഷന് വന്നില്ല. ഇവിടെ ഗസ്റ്റ് വന്നുകൊണ്ട് അവൻ വന്നില്ല ഈ പ്രാവശ്യം. എൻ്റെ മോൻ്റെ മോൻ വെക്കേഷൻ അവിടെയാണ് വരാം. എപ്പോഴും വെക്കേഷൻ അവിടെ വരും. ഈ പ്രാവശ്യം വന്നില്ല. ഇവിടെ വിരുന്നുകാരുള്ളത് കൊണ്ട് അവിടെ വന്നില്ല. വന്നപ്പോൾ വേണ്ട. പിന്നെ ഇവർ പേരക്കുട്ടികൾ 2 ചെറുതിൻ്റെ അവർ നാട്ടിൽ പോയി. അപ്പോൾ പിന്നെ അവിടെ ബോറടിക്കില്ല. ഇപ്പോൾ ഇവർ വന്നപ്പോൾ ഇവർ കൂടെ ഇരുന്നു. അത്ര തന്നെ. ഇതാണ് ആ കുടുംബത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നവരെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. ആ സുഹാൻ എത്രയും പെട്ടെന്ന് സുഹാനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരെല്ലാം ഉള്ളത്. ഇന്നലെ ഈ മുത്തശ്ശിയെല്ലാം ഉള്ള സമയത്താണ് സുഹാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു. സഹോദരനൊപ്പം മറ്റ് സഹോദരങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ സഹോദരിയുടെ മക്കളെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്താണ് സുഹാൻ വഴക്കിട്ട് പോകുന്നത്. സാധാരണ സുഹാൻ ഇങ്ങനെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഈ മുത്തശ്ശി നൽകിയ വിവരങ്ങൾ പ്രകാരം ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ റോഡാണ്. ഇവിടെ ഈ മേഖല കഴിഞ്ഞാൽ പിന്നെ സുഹാൻ അങ്ങനെ പുറത്തേക്ക് പോകാറില്ല. സുഹാന് അധികം സുഹൃത്തുക്കളില്ല. ഉള്ള സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും വന്നില്ലെങ്കിൽ സഹോദരൻ ആരെങ്കിലും കൂടി ഉണ്ടാവും. ഇത് ഈ കാണുന്ന ഈ മേഖലയ്ക്ക് അപ്പുറം ഈ കുട്ടി പോവാറില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്, മുത്തശ്ശി പറയുന്നത്. ഏതായാലും പോലീസിന് ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ പ്രദേശത്തായി 2 ആളുകൾ, ഒരു സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ കുട്ടിയെ കണ്ടു എന്ന രീതിക്കാണ് ചില ആളുകളിൽ നിന്നും പോലീസിന് വിവരം ലഭിക്കുന്നത്. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പോലീസിന് നൽകിയിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഭാഗത്താണോ കുട്ടിയെ കണ്ടിട്ടുണ്ടാവുക? അവിടെ ധാരാളം വീടുകളൊക്കെ ചുറ്റുമുണ്ട്. ഒരു കുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് ഒരുപക്ഷെ ആളുകളുടെ കണ്ണിൽപ്പെടേണ്ടതാണ്. അതും ഉച്ചയ്ക്കുള്ള സമയമാണ്, നട്ടുച്ചയാണ് അല്ലേ?
അരുൺകുമാർ, തീർച്ചയായും ഒരുപാട് വീടുകളുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഈ കുട്ടി നടന്നു പോയിട്ടുള്ളതെന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു പഞ്ചായത്ത് കിണറുണ്ട്. അതിന് സമീപത്തായി ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി കരഞ്ഞു നടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള ചില പ്രദേശവാസികൾ നൽകിയിട്ടുള്ള വിവരം. 2 സ്ത്രീകളാണ് ഈ കുട്ടിയെ കണ്ടെന്ന് പറയുന്നത്. പിന്നീട് ഈ വിവരങ്ങൾ പോലീസിനോട് ഇവർ പറഞ്ഞു. ആ പ്രദേശത്തേക്ക് പോലീസ് എത്തി പരിശോധന നടത്തി. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും പോലീസിന് ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, സ്കൂബ ടീം അംഗങ്ങളെല്ലാം ഇപ്പോൾ ഈ എരുമങ്കോട് പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ തിരച്ചിൽ നടത്തിയതിന് സമീപത്തായി തന്നെ കിട്ടട്ടെ, വീട്ടുകാരോടൊപ്പം ചേരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇക്ബാൽ, എന്തായാലും മറ്റു ബന്ധുവീടുകളിലൊന്നും ഇല്ല എന്നുള്ളതാണ് അല്പം ആശങ്കയുണ്ടാക്കുന്നത്. കുട്ടിക്ക് അധികം ദൂരമൊന്നും 6 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവനൊരു പക്ഷേ പിണങ്ങി എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുന്നുണ്ടാവും. ഇനി ഏതെങ്കിലും സ്ഥലത്ത് ആരും കാണാതെ ഇരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എത്രയും പെട്ടെന്ന് ഇപ്പോൾ നേരമൊക്കെ വിളിക്കുന്ന സമയമാകുമ്പോഴേക്കും അവർ വരും. പക്ഷേ ഇന്നലെയൊക്കെ നല്ല തണുപ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് അല്പം പേടിച്ചു പറിച്ച് എവിടെയെങ്കിലും ഇരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് കാത്തിരിക്കാം ആ നല്ല വാർത്തയ്ക്ക് വേണ്ടി.